ഹായ്, കുട്ടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പുതിനയില ചട്നി ഉണ്ടാക്കിയാലോ? നമ്മുടെ ചിക്കൻ ടിക്ക അങ്ങനെയൊക്കെയുള്ള ചിക്കൻ ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു ചട്നി. അപ്പം പറഞ്ഞതുപോലെ തന്നെ ഞാൻ എടുത്തേക്കുന്നത് ചട്നിക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് പുതിനയിലയാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുതിനയിലയാണ്. അത് എല്ലാവർക്കും അറിയാമല്ലോ. പുതിനയില ചട്നിയാണ് നമുക്ക് എപ്പോഴും ഈ ടിക്കയുടെയൊക്കെ കൂട്ടത്തിൽ കിട്ടുന്നത്. അപ്പം ആവശ്യമായിട്ട് ഉള്ളത് പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുതിനയില. ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്, അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് തൈര് വേണമെങ്കിലും എടുക്കാം. ലോ ഫാറ്റോ ഫുൾ ഫാറ്റോ ഏതായാലും എടുക്കാം. ഞാനിപ്പം വീട്ടിലുണ്ടാക്കിയതാണ് തൈര്. അപ്പോൾ അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പൂടെ ഇട്ട് നല്ലോണം മിക്സിക്കകത്തായിട്ട് അരച്ചെടുക്കുക. നല്ലോണം മിക്സിക്കകത്തായിട്ട് അരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി എന്ന് പറയുന്നത്. ഇത് ചിക്കൻ ടിക്ക ഫ്രൈ ഐറ്റംസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കാണാത്തവർ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ചിക്കൻ ടിക്ക വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കണ്ടില്ലേ. ഓക്കെ, എല്ലാവരും ചിക്കൻ ടിക്ക അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, താങ്ക് യു.